ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് JRF കിട്ടുന്നുള്ളത്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനും ഇത് സാധിക്കാം, ഡോക്ടർ ആൽഫി പോൾ എന്ന് എഴുതണം, അതായിരുന്നു എൻ്റെ സ്വപ്നം. കൊമേഴ്സിൽ നിന്ന് JRF നേടിയിട്ടുള്ള എയ്ഫ്രൈറ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ മൂക്കന്നൂരുള്ള കൊമേഴ്സിലെ JRF ഹോൾഡർ ആയിട്ടുള്ള ആൽഫി പോളുമായിട്ട് നമുക്ക് സ്ട്രാറ്റജിയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആൽഫി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ആൽഫി കൊമേഴ്സിലാണ് കൊമേഴ്സിലാണ് JRF നേടുന്നത്. ബേസിക്കലി ഏറ്റവും കൂടുതൽ കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്യുന്നൊരു എക്സാം ആയതുകൊണ്ട് തന്നെ പൊതുവെ കുട്ടികൾക്കൊരു പേടിയുണ്ട് കൊമേഴ്സിൽ എക്സാം എഴുതുക എന്നുള്ളത്. അതായത് ഒരുപാട് കുട്ടികളുണ്ടാവും കൊമേഴ്സിൽ നല്ല ടഫല്ല, നല്ല കോമ്പറ്റീറ്റീവ് അല്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പഠിച്ച ആളുകൾക്കൊക്കെ ചിലരൊക്കെ ഞാൻ കൊമേഴ്സിൽ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിട്ടൊക്കെ പഠിക്കേണ്ടി വരില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു കൊമേഴ്സ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? ഈ ഒരു തോട്ടുകൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്? ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ഈ നെറ്റിൻ്റെ ഒരു ഇതെടുത്ത് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടുതലായിട്ട് കുറച്ച് കൂടുതൽ അപ്പിയർ ചെയ്യുന്ന ഒരു എക്സാം എന്ന് പറയുന്നതാണ് കൊമേഴ്സിൻ്റെ. അപ്പോൾ അതിലും വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറി ആകുമ്പോൾ കിട്ടാനായിട്ട് കുറേയും കൂടി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് അതിങ്ങനെ ഈ പഠിപ്പി എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ JRF എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും ഞാൻ ഇതിന് ഇങ്ങനെ ഒരു എയിമേ എനിക്കുണ്ടായിട്ടില്ല. ഞാൻ JRF കിട്ടുക അങ്ങനെ ഒരു ലക്ഷ്യമൊന്നും എനിക്കുണ്ടായിട്ടില്ല. പിന്നീടാണ് എയ്ഫറിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് JRFന് വേണ്ടി പഠിക്കാം എന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടാണ്, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ബട്ട് ഈ പറഞ്ഞ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നത് വഴി നമുക്ക് ഫോക്കസ് ആയിട്ട് ഇരുന്ന് പഠിച്ച വഴി നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. കിട്ടുമോ കിട്ടില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ റിക്കവർ ചെയ്ത് വരുന്നേ ഉള്ളൂ. കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിൽ തന്നെ ഒരുപാട് സംശയങ്ങൾ, എന്നെ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ബട്ട് അതിനുപരി ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം തന്ന കൂടെ നിൽക്കാൻ ആളുകളും ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് കൂടെ നിൽക്കാനും കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ജയിക്കാൻ പറ്റിയതൊക്കെ. അപ്പം ആൽഫി, ഞാൻ മനസ്സിലാക്കുന്ന ആൽഫിയുടെ 8th അറ്റംപ്റ്റ് ആണത്. 6th അറ്റംപ്റ്റിലാണ് നെറ്റ് കിട്ടുന്നത്. ഓക്കെ. അപ്പം അവിടെ ഉള്ളൊരു സംഭവം, പലർക്കും ഈ ഒരു അറ്റംപ്റ്റ് 2 or 3 തവണയൊക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആവും, പ്രത്യേകിച്ച് കൊമേഴ്സ് പോലെയുള്ള സബ്ജക്റ്റുകളിലൊക്കെ. കാരണം ഓരോ വർഷവും വീണ്ടും കൂടുതൽ കുട്ടികൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ ഓരോ തവണയും 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും തവണയൊക്കെ പ്രതീക്ഷ റിസൾട്ട് ലഭിക്കാത്ത സ്റ്റേജിൽ നിന്ന് ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ആൽഫി ജേണി കണ്ടിന്യൂ ചെയ്ത്, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു എനർജി എവിടെ നിന്നാണ്? ഞാൻ ഫസ്റ്റ് ടൈം നെറ്റ് എഴുതുമ്പോൾ ആക്ച്വലി അധികമൊന്നും പഠിക്കാതെ പോയിട്ടാണ് നെറ്റ് എഴുതിയത്. എങ്ങനെയാണ് ഈ എക്സാം ആ ഒരു പാറ്റേൺ ഒക്കെ അറിയാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയി രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ തന്നെ ചെറിയൊരു മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് എനിക്ക് പോയത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറച്ചുകൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഇതിനു വേണ്ടി ടൈം കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്കിത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി പഠിച്ചു തുടങ്ങി. പക്ഷേ എല്ലാ പ്രാവശ്യം ഈ പറഞ്ഞോണം ചെറിയ മാർക്കിന് ഓരോ പ്രാവശ്യം ഇങ്ങനെ കട്ട് ഓഫ് കൂടി വരായിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം ചെറിയ മാർക്കിന് പോകും. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആദ്യം വരുന്നൊരു ചിന്ത എന്ന് പറയുന്നത്, എനിക്ക് ഭാഗ്യമില്ല, എനിക്കിതിനുള്ളൊരു ഭാഗ്യമൊന്നും എനിക്കില്ല. എല്ലാ പ്രാവശ്യവും ചെറിയ മാർക്കിന് പോകുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ ചിന്തിക്കും, ചെറിയ മാർക്കിനല്ലേ പോയേ, ഇച്ചിരിയും കൂടി ഒന്ന് ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്കിത് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞോണം ടീച്ചറാവുന്നുള്ളത് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വലുതായി വന്നപ്പോൾ അത് എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു ആഗ്രഹം. പിന്നെ ഇത് വലുതായി കഴിഞ്ഞപ്പോഴാണ് പിന്നെയും ആ ഒരു ആഗ്രഹം തിരിച്ചു വരുന്നത്. ഞാൻ PG കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചിങ് ജോബിലേക്ക് പ്രവേശിച്ചിരുന്നു. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയതോടുകൂടി ഞാൻ ഉറപ്പിച്ചു, ഇത് തന്നെയാണ് എൻ്റെ ഫീൽഡ്. ഞാൻ ഇത്രയും എൻജോയ് ചെയ്യുന്ന മറ്റൊരു വർക്ക് എനിക്ക് എന്തൊക്കെല്ലാം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അത്രത്തോളം ഞാൻ ഈ ഒരു വർക്കിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത് നേടിയെടുക്കാനല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ പിന്നെയും ട്രൈ ചെയ്തു. ഓരോ പ്രാവശ്യം ഇങ്ങനെ കുറേശ്ശെ അറ്റംപ്റ്റ് കൂട്ടി വന്നു. അങ്ങനെയാണ് ലാസ്റ്റ്. ഓക്കെ. അപ്പം ആൽഫിയുടെ പ്രിപ്പറേഷനിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ JRF കിട്ടിയ ഒരു എഫേർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം മുൻ വർഷങ്ങളിൽ എന്തായിരുന്നു മിസ്റ്റേക്കായിട്ട് ഫീൽ ചെയ്തത്? ഇനി അതും അല്ലെങ്കിൽ ഏറ്റവും പുതിയ എക്സാമിന് പ്രിപ്പറേഷനിൽ എന്താണ് പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? PYQ ആയിരുന്നു. അതിനു മുമ്പുള്ള എക്സാമിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് PYQ ചെയ്യാം എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ എല്ലാവരും സാറായാലും എപ്പോഴും PYQ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ PYQ ചെയ്ത് എന്ത് കിട്ടാനാണ്, കാരണം ഇപ്പോൾ നമ്മളൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ പയ്യെ സ്റ്റാർട്ട് ചെയ്തു.
ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല ശരിക്കും, ഈ പറഞ്ഞ എയ്ഫറിന് തന്നെ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഫോക്കസ് ഗ്രൂപ്പിൽ ഞങ്ങൾ കുറച്ച് പേരുള്ളൂ, ഒരു 10 to 15 മെമ്പേഴ്സ് അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ എയ്ഫറിൻ്റെ ഇനീഷ്യേറ്റീവായിട്ട് തന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് തുടങ്ങി തന്നൊരു ഇതായിരുന്നു. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഞാനായിരുന്നു അതിൻ്റെ ലീഡറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 10 to 15 ക്വസ്റ്റ്യൻസ് ഡെയിലി എടുക്കും. ആ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ആദ്യമേ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരും. എന്നിട്ട് ഞങ്ങളത് ആ ഒരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി അത് ഡിസ്കസ് ചെയ്യും. അങ്ങനെയായിരുന്നു അത് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതാണ് മെയിനായിട്ട് എന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. രാവിലെ നേരത്തെ എണീക്കാനൊക്കെ ഒരുപാട് മടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോക്കസ് ഗ്രൂപ്പ്, ഒരു മീറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എണീക്കാതിരിക്കാൻ വേറെ വഴിയില്ല, വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ എണീറ്റേ പറ്റും. പ്രത്യേകിച്ച് ലീഡറും കൂടി ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. നമ്മൾ എണീറ്റിട്ട് വേണം മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ വേണം ഇതൊന്ന് മാനേജ് ചെയ്യാനായിട്ട്. നമ്മളവിടെ ഒരു നിർബന്ധമായിട്ടും കമ്പൽസറി ആയിട്ട് നമുക്കിത് ചെയ്തേ പറ്റൂ. അപ്പം അങ്ങനെ PYQന് ഈ പ്രാവശ്യം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു. ക്ലാസ്സുകളൊക്കെ റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ PYQ സൈഡിൽ കൂടെ നമ്മൾ ഓൾമോസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഒരു 2-3 months മുമ്പ് തന്നെ നമ്മൾ PYQ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അത് ഓരോ ക്വസ്റ്റ്യനും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച് പോയി. അപ്പോൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. ആൽഫിക്ക് ഇപ്പോൾ ഒരു മോളുണ്ട്, ഏകദേശം 1 year ആകുന്നു. അപ്പോൾ നമ്മളെ ഒരുപാട് ചെറിയ കുട്ടികളുള്ള മദേഴ്സ് സൈഫറിലുണ്ട്, എല്ലാവരെയും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എസ്പെഷ്യലി ഈ ലെസ് 1 year ഓൾഡ് ആയിട്ടുള്ള ബേബി ആയിട്ടൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റേതായ ചലഞ്ചുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത്തരത്തിലുള്ള ചലഞ്ചുകളിലൂടെ ഓവർകം ചെയ്ത് വിജയിച്ചവരാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ ഏറ്റവും അറിയാവുന്ന ആളുകൾ. അപ്പം എങ്ങനെയാണ് ആൽഫി, ഹൗ യു മാനേജ് ദാറ്റ്? ഓക്കെ, ആക്ച്വലി എൻ്റെ കുഞ്ഞിക്ക് 2 മാസമുള്ളപ്പോൾ ഞാനൊരു എക്സാം എഴുതിയിരുന്നു. അതായിരുന്നു എൻ്റെ 7th attempt. അതിലും ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ JRF കിട്ടിയതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് ആ ടൈമിലായിരുന്നു. കാരണം ആ ടൈമിൽ നമുക്ക് ഉറക്കം ഒട്ടും തന്നെ ശരിയാവില്ല. ഇപ്പോൾ പറഞ്ഞാൽ മദേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നത് ഒരു അരമണിക്കൂറൊക്കെ ആയിരിക്കും. അപ്പോഴേക്കും കുഞ്ഞെണീക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് രാത്രി ആയാലും ഉറക്കില്ല. അങ്ങനെ തന്നെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ആ ഒരു സ്റ്റേജിൽ കൂടെ പോയി അപ്പോൾ ആ സമയത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞോണം നമ്മുടെ ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് കുഞ്ഞ് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രത്തോളം ആഗ്രഹം കൂടിയത്. ആ കുഞ്ഞിനെ നമുക്ക് നല്ല രീതിയിൽ വളർത്തണം. കുഞ്ഞിന് ഈ പറയണം, ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇടയ്ക്ക് പറയും, കുഞ്ഞിനെ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ പേര് എഴുതുമ്പോൾ, അമ്മയുടെ പേര് എഴുതുമ്പോൾ ഡോക്ടർ ആൽഫി പോൾ എന്ന് എനിക്ക് എഴുതണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹം കൂടി വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് പഠിക്കാനായിട്ടും ഇരുന്ന് പഠിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയത്. അതിന് മുമ്പ് ഞാനിങ്ങനെ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പഠിക്കായിരുന്നു. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പഠിക്കാൻ തോന്നില്ല. പക്ഷേ ഇതിലെനിക്ക് ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞിൻ്റെ ടൈം അനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കിട്ടുന്ന ടൈമിലൊക്കെ പഠിക്കുക, ആഗ്രഹം നേടിയെടുക്കുക, ആ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതിന് ഇടയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ മറികടന്ന് പോകും. അത് പിന്നെ ഈ പറഞ്ഞ ഫാമിലി സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയായാലും എൻ്റെ അമ്മയായാലും രണ്ടുപേരും എന്നെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അമ്മയായാലും കുഞ്ഞിനെ എടുക്കലും കാര്യങ്ങളും കുറേ നേരം അമ്മ തന്നെ നോക്കുമായിരുന്നു. പിന്നീട് എക്സാമിന് 2 മാസം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയതിന് ശേഷം കുഞ്ഞിന് പാല് കൊടുക്കാനല്ലാതെ ഞാൻ അതിനെ എടുത്തുകൊണ്ട് കിടക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞിൻ്റെ ആ ടൈം, ആ ഒരു സമയത്ത് നമ്മൾ കൂടെ ഇരിക്കേണ്ട കുറേ സമയങ്ങളുണ്ട്. കുഞ്ഞിനെ കൊഞ്ചിച്ചും ലാളിച്ചും ഒരമ്മ എന്ന രീതിയിൽ നമുക്ക് കൂടെ കളിക്കണം എന്നുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. കുഞ്ഞ് ഉറങ്ങുന്ന സമയം റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ അതിൽ ആ ചെയ്തതിനൊക്കെ, അടുത്ത എഫേർട്ടിനൊക്കെ ഇപ്പോൾ റിസൾട്ട് കിട്ടിയപ്പോൾ അത്രത്തോളം ഹാപ്പിയാണ്. ഇപ്പോൾ കുറച്ച് മനസ്സമ്മാനത്തോട് കൊച്ചിനെ കളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. മുമ്പുള്ളതിനേക്കാളേറെ നമ്മളൊന്നുകൂടി കോൺഫിഡൻ്റ് ആണ്. ആൽഫിയുടെ പ്രിപ്പറേഷനിൽ എയ്ഫറിൻ്റെ റോൾ എന്തായിരുന്നു? എയ്ഫറിൻ്റെ റോൾ ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ JRF എന്ന് പറയുന്ന ഒരു സ്വപ്നം, അത് എന്നിലേക്ക് എത്തിച്ചു. ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് JRF കിട്ടുമെന്നുള്ളത്. അപ്പോൾ എനിക്കും പറ്റും. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനും ഇത് സാധിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത് നെറ്റിനപ്പുറത്തേക്ക് എന്നെ അതുവരെ എൻ്റെ ആഗ്രഹം. ഞാൻ എയ്ഫറിൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ നെറ്റ് എക്സാമിന് വേണ്ടിയാണ് പഠിച്ചത്, നെറ്റ് കിട്ടാൻ വേണ്ടിയാണ് പഠിച്ചത്. പക്ഷെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ക്ലാസ്സുകളിൽ കയറി അവിടുത്തെ സാർമാരുടെയും ടീച്ചർമാരുടെയും ക്ലാസ്സുകൾ കാണുകയും അവരുടെ പിന്നെ അതുപോലെ അനീസ് സാറിൻ്റെ ആയാലും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നെറ്റല്ല എനിക്ക് വേണ്ടത്, എനിക്ക് JRF ആണ് വേണ്ടത് എന്നുള്ള സംഭവം വന്നു. അത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റുകൾ, ഡെയിലി ടെസ്റ്റുകളൊക്കെ നമ്മൾ
ശരിക്കും പറഞ്ഞാൽ ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഈ പറയണം അത് വളരെ എഫക്റ്റീവാണ്. ആ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യും, അതിനുശേഷം നമ്മളത് എടുത്ത് നോക്കും ഏതൊക്കെ തെറ്റിയതും ശരിയായാലും നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കും. അത് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഒരു അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, നോളേജ് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡെയിലി ടെസ്റ്റുകൾ. പിന്നെ അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ എനിക്ക് ഇതിന് മുമ്പ് നെറ്റ് ക്വാളിഫൈ ചെയ്തപ്പോൾ എനിക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ലൈവ് അത്ര ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ കയറുമ്പോഴെന്ന് വെച്ചാൽ ഞാൻ അതിൽ കൂടുതലും ഈ PYQ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കും. എത്രയും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റണം അത്രയും പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്കൊരു സ്പിരിറ്റാണ്, നമുക്ക് ബോറടിക്കില്ല. അപ്പോൾ അങ്ങനെ ലൈവ് ക്ലാസ്സുകൾ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഫോക്കസ് ഗ്രൂപ്പ്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. ഇതൊക്കെ എനിക്ക് തന്നത് ഈഫറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡ്രീം ഉണ്ടാക്കി തന്നു, പിന്നെ ആ ഡ്രീമിലേക്ക് എങ്ങനെ എത്തിച്ചേരണം എന്നുള്ളതും എനിക്ക് കാണിച്ചു തന്നു. ഓക്കെ. ഇപ്പോൾ ഈ പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം ആൽഫി പറഞ്ഞാൽ ഈ കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. ഓക്കെ, എസ്പെഷ്യലി ഒരുപാട് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എങ്ങനെയാണ് ആൽഫി കൺസിസ്റ്റൻസി വർക്കൗട്ട് ചെയ്തത്? ഇതിനു മുമ്പ് എൻ്റെ നെറ്റ് ക്ലിയർ ചെയ്തിരുന്നു. അതിന് മുമ്പ് ക്ലിയർ ചെയ്യാത്ത കുറേ പ്രാവശ്യങ്ങളൊക്കെ. അപ്പോൾ എനിക്കുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ കൺസിസ്റ്റൻസി ഇല്ലായ്മയായിരുന്നു. ചിലപ്പോൾ 2 ദിവസം ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും, അപ്പോൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കും. പിന്നെ 2 ദിവസം പഠിക്കൂല. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും പഠിക്കണമെന്ന് തോന്നും, പിന്നെയും പഠിക്കും. ചില ദിവസം പഠിക്കും, ചില ദിവസം പഠിക്കില്ല. പക്ഷേ എയ്ഫറിനെ സംബന്ധിച്ച് നമുക്ക് എയ്ഫർ ഡെയിലി ക്ലാസ്സുകളുണ്ട്, ഡെയിലി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഡെയിലി ടെസ്റ്റ് നമുക്ക് നമ്മളൊരു എന്തൊക്കെ വന്നാലും ഈ ഡെയിലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് അതും കൺസിസ്റ്റൻസിയുടെ ഭാഗമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഫോക്കസ് ഗ്രൂപ്പ്, അത് റിയലി ഹെൽപ്സ്. ഡെയിലി രാവിലെ എണീക്കണം. അപ്പോൾ രാവിലെ എണീറ്റ് ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യണേക്കാളും മുമ്പ് നമ്മളിത് പഠിച്ച് തീർക്കണം. ഇത് ആ ഒരു 10-15 ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു 1 hour എങ്ങനെ പോയാലും നമുക്ക് മാറ്റി വെച്ചേ പറ്റും. നമ്മളത് മാറ്റി വയ്ക്കും. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്, എൻ്റെ ഒരു ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര മണിക്കൂർ വെച്ചെങ്കിലും പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു 10 to 12 hours ആയിരുന്നു എൻ്റെ ടൈം ടേബിൾ ഉണ്ടായിരുന്നത്. ഈ 12 hours പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ റിവാർഡ് ചെയ്യും. എനിക്ക് ചോക്ലേറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 12 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെൽഫ് റിവാർഡ് ചെയ്യും. അതെ, ഞാൻ തന്നെ എനിക്കൊരു ചോക്ലേറ്റ് ഞാൻ തന്നെ എടുത്ത് കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചില സംഭവങ്ങളും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ ചിലത് നിർബന്ധിതമാണ്. നമുക്ക് ലൈവ് ക്ലാസ്സുകൾ മാക്സിമം ഞാൻ കാണാൻ ഒട്ടും തന്നെ മിസ് ചെയ്യാതിരിക്കുന്നത്. ലൈവ് ക്ലാസ്, PYQ, പിന്നെ ഈ ഫോക്കസ് ഗ്രൂപ്പിൻ്റെ ഡിസ്കഷൻസ്, ഇതൊന്നും ഡെയിലി ടെസ്റ്റ്, ഇതൊന്നും ഒറ്റ ദിവസം തന്നെ മിസ് ചെയ്യാതെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ എൻഗേജ്ഡ് ആവും. ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് അമ്മമാരോട്, കൊമേഴ്സ് സ്റ്റുഡൻസിനോടെല്ലാം ഫൈനൽ ആസ്പെക്ട് ആൽഫിക്ക് എന്താണ് പറയുക? അമ്മമാരോട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഈ പറഞ്ഞോണം, നിങ്ങളൊന്ന് സ്വപ്നം കണ്ടാൽ മതി. നമ്മുടെ എൻ്റെ സ്വപ്നം ഇതായിരുന്നു. എൻ്റെ കുഞ്ഞിനെ 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ കുട്ടിയുടെ ആപ്ലിക്കേഷൻ ഫോമിലൊക്കെ പേര് എഴുതുമ്പോൾ, അമ്മയുടെ പേര് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഡോക്ടർ ആൽഫി പോൾ എന്ന് എഴുതണം. അതായിരുന്നു എൻ്റെ സ്വപ്നം. അപ്പോൾ ആ കുഞ്ഞിനെ മുഖത്ത് വെക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ആ കുഞ്ഞ് പ്രൗഡായിട്ട് പറയാൻ സാധിക്കണം, എൻ്റെ അമ്മ ഒരു PhD എടുത്ത ആളാണ്, ഒരു ഡോക്ടറാണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കണം. നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ ലെസ് ദാൻ 1 yearനേക്കാളും കൂടുതൽ എനിക്ക് തോന്നും സ്ട്രഗിൾ ചെയ്യുന്നത് കുറച്ച് വലിയ കുട്ടികളുള്ളവരായിരിക്കും. ഇവരെ പിന്നെ നമുക്ക് പിന്നെയും എവിടെയെങ്കിലും മാറ്റി കിടത്തേ കളിപ്പിച്ചിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, എൻഗേജ് ചെയ്യാൻ പറ്റും. അതിലും വലിയ കുട്ടികളായിരിക്കും കുറച്ചും കൂടി സ്ട്രഗിൾ ചെയ്യുന്നവർ. നമ്മൾ ഇവിടെ മാറ്റി വയ്ക്കുന്നത് പറയുന്നത് ആ കുട്ടികളുമായിട്ടുള്ള സമയം നമുക്ക് ഒരിക്കലും ഇനി തിരിച്ച് കിട്ടില്ല എന്ന് നമുക്കറിയാവുന്ന അവരുടെ ഏറ്റവും ചൈൽഡ്ഹുഡിലോടുള്ള ആ ഒരു ടൈം. പക്ഷെ ആ ടൈം നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ ത്രൂ സാക്രിഫൈസ് അതിൽ കൂടെ മാത്രമേ നമുക്ക് ഇതിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഗ്രേറ്റ് ആൽഫി. സോ വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ് ആൽഫി. താങ്ക് യു.